അർജുന് വിട നൽകാൻ നാട്. ശിരൂരിലെ മണ്ണിടിച്ചിലിൽ മരിച്ച കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുന്റെ സംസ്കാരം ഇന്നാണ്. അർജുന്റെ മൃതദേഹം വഹിച്ചുള്ള വാഹനം കണ്ണൂർ ജില്ലയിലെത്തി. കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിൽ വെച്ച് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു. കോഴിക്കോട് ജില്ലാ അതിർത്തിയായ അഴിയൂരിൽ സർക്കാരിന്റെ പ്രതിനിധിയായി മന്ത്രി എ.കെ. ശശീന്ദ്രനാണ് മൃതദേഹം ഏറ്റുവാങ്ങുക. പൂളാടിക്കുന്നിൽ നിന്ന് ആരംഭിക്കുന്ന വിലാപയാത്രയ്ക്ക് ലോറി ഡ്രൈവർമാരും കണ്ണാടിക്കലിൽ നിന്ന് ജനകീയ കൂട്ടായ്മയും നേതൃത്വം നൽകും. 1 മണിക്കൂർ നേരം വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം 11 മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് തീരുമാനം. കർണാടക പോലീസും കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലും ഈശ്വർ മാൽപ്പയും മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. കർണാടക സർക്കാരിന്റെ സഹായധനം കാർവാർ MLA അർജുന്റെ കുടുംബത്തിന് കൈമാറും. വിശദാംശങ്ങളുമായി ഇപ്പോൾ ദീപക് ധർമ്മടവും അരുൺ പാറക്കലും ചേരുന്നുണ്ട്. ആദ്യം ദീപക് ധർമ്മടത്തിലേക്കാണ്. ദീപക്, വിലാപയാത്ര അങ്ങനെ ജന്മനാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. എപ്പോൾ അവിടെ എത്തിക്കും? വിവരങ്ങൾ എന്തൊക്കെയാണ് ദീപക്? ഉന്മേഷ്, നിത, ഒരുപക്ഷെ നമ്മുടെ മാധ്യമ ജീവിതത്തിൽ ഏറെ വേദനയോടെ നമ്മൾ കാത്തുനിന്ന ദിവസങ്ങളുടെ എണ്ണം ഇതിനു മുൻപുണ്ടായിട്ടില്ല. അതായിരുന്നു അർജുൻ. അർജുനെ ഈ കണ്ണാടിക്കൽ ഗ്രാമത്തിലെ നാട്ടുകാർ വിളിക്കുന്നത് കുട്ടൻ എന്നാണ്. അത്രയും പ്രിയപ്പെട്ട, അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം വളരെ മന്ദസ്മിതമായുള്ള അർജുൻ. അർജുൻ്റെ മുഖം ഈ നാട്ടുകാർക്ക് ഒരിക്കലും മറക്കാനാകാത്തതാണ്. കാരണം നാട്ടിലെ എന്താവശ്യത്തിനും ഓടിയെത്തുന്ന ഒരു കുടിവെള്ള പ്രശ്നമാണെങ്കിൽ കുടിവെള്ള വിതരണം, കോവിഡിൻ്റെ ദുരിതാശ്വാസ ആ സമയത്തുള്ള ജാഗ്രതാ പ്രവർത്തനമാണെങ്കിൽ അങ്ങനെ എല്ലാത്തിനും എത്തിയിരുന്ന ഒരു കുട്ടൻ. മാത്രമല്ല സ്വന്തം കുടുംബത്തെ ഇല്ലായ്മകളും വല്ലായ്മകളും കടന്ന് ജീവിതത്തിൻ്റെ നല്ല കാലത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു പുത്രൻ. ആ പുത്രനാണ് ഇന്ന് അന്ത്യയാത്രയാകുന്നത്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കണ്ണൂർ ജില്ലയിലേക്ക് മൃതദേഹം എത്തി. അഴിയൂരിൽ വെച്ച് സർക്കാരിന് വേണ്ടി മന്ത്രി എ.കെ. ശശീന്ദ്രനാണ് മൃതദേഹം ഔദ്യോഗികമായി ഏറ്റുവാങ്ങുന്നത്. അത് കഴിഞ്ഞ് നേരെ പൂടാടിക്കുന്നിലെത്തും. പൂടാടിക്കുന്നിൽ നിന്നും വിലാപയാത്രയായി കണ്ണാടിക്കൽ ജംഗ്ഷൻ, അവിടെ നിന്നും ഈ വീട്ടിലേക്ക് എത്തും. വീട്ടിലെല്ലാ ക്രമീകരണങ്ങളും ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. മൃതദേഹം എത്തിക്കഴിഞ്ഞാൽ വയ്ക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ചടങ്ങുകൾ നടത്താൻ വേണ്ടിയുള്ള, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്, എല്ലാ ക്രമീകരണങ്ങളും, പുഷ്പാർച്ചന നടത്താൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ എല്ലാം തന്നെ തയ്യാറായിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് കൂടുതൽ സംസാരിക്കുക അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയുക എന്നുള്ളതെല്ലാം തന്നെ ഇവിടെ ഒരു വലിയ രീതിയിൽ വികാര വായ്പിൻ്റെ നിമിഷങ്ങളായതുകൊണ്ട് നമ്മൾ പോലും, മാധ്യമപ്രവർത്തകർ പോലും കൂടുതൽ കാര്യങ്ങൾ ഇവിടെ നിന്നും പറയുക എന്നുള്ളത് സാധ്യമല്ല. നമുക്ക് അർജുൻ്റെ ബന്ധു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഇവിടുത്തെ ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്? ഇവിടെ 8 മണിക്കാണ് ഇവിടെ എത്തുന്നു പറഞ്ഞത്. പിന്നെ ഇവിടെയാണ് വയ്ക്കുന്നത്. അവിടുന്ന് വിലാപയാത്ര അങ്ങോട്ട് വരും. 8 മണിക്ക് ശേഷം ഇവിടെ ഇപ്പോൾ എന്തായാലും നാട്ടുകാർ ഒരുപാട് പേര് കാണാനുണ്ടാവും. 1 മണിക്കൂർ കൊണ്ട് സമയം മതിയാവും? 1 മണിക്കൂർ മതിയാവുക. ഇപ്പോൾ ഉച്ചയോട് കൂടിയാണ് പറഞ്ഞത്. ചടങ്ങിൻ്റെ ഉച്ചയോട് കൂടി നടക്കുന്ന പറഞ്ഞത്. ഉന്മേഷ്, ഇപ്പോൾ തന്നെ ബന്ധുക്കൾ തന്നെ പറയുന്നത് നാട്ടുകാർ ഏറെ പേർ അർജുനെ അന്ത്യയാത്രയാക്കാൻ അവസാനമായി ഒരു നോക്ക് കാണാനെത്തും. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ 1 മണിക്കൂർ കൊണ്ടൊന്നും പൊതുദർശനം അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് കൂടുതൽ സമയം വേണ്ടിവരും. ഉച്ചയോടുകൂടി മാത്രമേ സംസ്കാരം നടക്കാൻ സാധ്യതയുള്ളൂ. 8 മണിയോടുകൂടി മൃതദേഹം വീട്ടിലെത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അർജുൻ്റെ മറ്റൊരു ബന്ധു കൂടി ചേരുകയാണ്, വേലതേട്ടൻ. ഈ നാട്ടുകാർക്ക് കുട്ടൻ അത്ര പ്രിയപ്പെട്ടവനായിരുന്നു. അർജുൻ എന്നുള്ള പേര് പോലും പലർക്കും അറിയില്ല, കുട്ടൻ എന്നാണ് വിളിക്കുന്നത്. കുട്ടൻ അവിടെ പിന്നെ പൊതുപ്രവർത്തനത്തിൽ DYFIൻ്റെ പ്രവർത്തനമായിരുന്നു. വളരെ സജീവമായ രംഗത്തിട്ട് അങ്ങനത്തെ ഒരാളാണ് കുട്ടൻ. പിന്നെ വീട്ടുകാർക്കും നാട്ടുകാർക്കും പ്രിയപ്പെട്ടവനാണ്. ഒരു കുടുംബത്തെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയ, അതായത് അധ്വാനിച്ച് ജീവിച്ച് മുന്നോട്ട് പോയ ഒരാളായിരുന്നു. അതെ, തീർച്ചയായിട്ടും. വിദ്യാഭ്യാസം തന്നെ +2 നിർത്തിയതാണ്. വീട്ടിൽ പ്രാരാബ്ദം ബുദ്ധിമുട്ടായപ്പോൾ അവൻ്റെ അച്ഛൻ ഒരു കിണറിന്ന് വീണ് പരിക്ക് പറ്റി കിടക്കുമ്പോൾ വിദ്യാഭ്യാസം നിർത്തി കുടുംബത്തിന് വേണ്ടി ജീവിച്ചവനാണ്. പ്രിയപ്പെട്ടവനാണ്, കുടുംബത്തിൻ്റെ പ്രിയപ്പെട്ടവനാണ്, നാടിന് പ്രിയപ്പെട്ടവനാണ്. ഇനിയിപ്പോൾ ഇന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ 1 മണിക്കൂറൊന്നും പൊതുദർശനത്തിന് മതിയാകില്ലെന്ന് തോന്നുകയാണ്. കാരണം നമുക്ക് ഈ നാട്ടിൽ കിട്ടിയ ജനങ്ങളുടെ പ്രതികരണം വെച്ച് ഇവിടെ ഇന്നലെ തന്നെ വളരെയധികം ആളുകളുണ്ട്. ഞാൻ ഇന്നലെ ഇവിടെ വന്നതാണ്. അപ്പോൾ ഈ നാടിൻ്റെ വികാരം ഇന്നലെ അവിടെ വന്നപ്പോൾ നമുക്കൊക്കെ മനസ്സിലായത്. ഇന്ന് വളരെയധികം ജനങ്ങളിവിടെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഉന്മേഷ്, ഇതാണ് ഈ കുട്ടൻ അർജുൻ
കുടുംബത്തെ ചേർത്ത് പിടിച്ച് സ്വന്തം പഠനം പോലും പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നത് അച്ഛന് പറ്റുന്ന ഒരു അപകടത്തെ തുടർന്നാണ്. പിന്നീട് തൊഴിലെടുത്ത് ആ തൊഴിലിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കുടുംബത്തെ ചേർത്ത് പിടിച്ചു, നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനായി എന്നുള്ളതാണ്. ഡിവൈഎഫ്ഐയുടെ സജീവ പ്രവർത്തകനായിരുന്നു. ഈ നാട്ടിലെ എന്ത് പ്രശ്നങ്ങളിലും കൃത്യമായ ഇടപെടൽ, അർജുൻ്റെ കരസ്പർശമുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു കുടിവെള്ള വിതരണത്തിലായി കഴിഞ്ഞാലും, അത് കോവിഡിൻ്റെ നിവാരണ പ്രവർത്തനങ്ങളിലായി കഴിഞ്ഞാലും, ഇവിടെ അടുത്ത് ഒരു വീട്ടിലൊരു മരണമുണ്ടായാൽ, ഒരു കല്യാണമുണ്ടായാൽ അർജുനൻ്റെ കൈ എത്തുമായിരുന്നു. ആ അർജുനാണ് ഇന്ന് ഈ നാടിനോട് അന്ത്യയാത്ര ഏറ്റുവാങ്ങാൻ വേണ്ടി അർജുൻ്റെ മൃതദേഹമാണ് എത്താൻ പോകുന്നത്. രാഹുൽ സുരേഷ് ഈ ഘട്ടത്തിൽ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഈ വീട്ടിൽ നമ്മൾ നിരവധി ദിവസങ്ങൾ നമ്മൾ നിന്നതാണ്. നമുക്ക് പോലും പലപ്പോഴും ഇവിടെ നിൽക്കുമ്പോൾ വീട്ടുകാരോട് സംസാരിക്കുമ്പോൾ ഒക്കെ ഒരു വിഷമമായിരുന്നു. ഞാൻ ഓർക്കുന്നത് അഞ്ജു അവസാനം 30-ാം ദിവസം നമ്മളോട് പ്രതികരിച്ചൊരു പ്രതികരണം ഉണ്ടായിരുന്നു. യാഥാർത്ഥ്യത്തോട് ഈ കുടുംബം അടുക്കുകയാണ്, പക്ഷേ എങ്കിലും അർജുൻ്റെ മൃതദേഹമെങ്കിലും കിട്ടണം എന്ന് പറഞ്ഞ ഒരു കുടുംബം. രാഹുൽ എങ്ങനെയാണ് ഇതിനോർക്കുന്നത്? അതായത് നമ്മൾ ആദ്യത്തെ ദിവസം ഈ സംഭവം അറിഞ്ഞ് ഇവിടെ വരുമ്പോൾ അവർക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ടായിരുന്നു, അവരുടെ അർജുൻ പഴയ പോലെ അവിടേക്ക് പോയി തിരിച്ചു വരുമെന്ന്. പക്ഷേ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ദീപക് സൂചിപ്പിച്ച പോലെ തന്നെ ആ യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കി. ഒടുവിൽ അവർ നമ്മളോട് പറഞ്ഞത് അർജുനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വിവരം, അർജുൻ എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോലെ തന്നെ ഈ കുടുംബവും ആഗ്രഹിച്ചത്. അതിന് ഉത്തരമാണ് 72 ദിവസത്തിന് ശേഷം ശിരൂരിൽ നിന്നും ലഭ്യമായത്. എന്താണെങ്കിലും ഒരു വൈകാരികമായ യാത്രയപ്പാണ് ഇവിടെ നിന്നും നാട് നൽകാൻ പോകുന്നത്. നമുക്കൊക്കെ അർജുനാണെങ്കിൽ ഇവിടുത്തെ പ്രിയപ്പെട്ട കുട്ടനാണ്. അതേപോലെ എല്ലാ മേഖലയിലും പ്രവർത്തിച്ച ഒരാൾക്ക് വൈകാരികമായി കണ്ണീരിൽ കുതിർന്ന ഒരു യാത്രയപ്പ് തന്നെയായിരിക്കും ഇവിടുന്ന് നൽകുക. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നടക്കുന്നത്. ഉന്മേഷ്, ഒരു കാര്യം ഉറപ്പാണ്, ഈ കണ്ണാടിക്കൽ ഗ്രാമം കണ്ണീരോടുകൂടി വിടയാത്ര ഒരുക്കാൻ, വിട ചൊല്ലാൻ വേണ്ടി തന്നെയാണ് ഒരുങ്ങുന്നത്. ഈ വേളയിൽ നമ്മൾ കുറേ പേരുകൾ ഓർക്കേണ്ടതുണ്ട്. ഈശ്വർ മാർപ്പെ ആയാൽ, മനാഫ് ആയിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ കേരള സർക്കാരും കർണാടക സർക്കാരും കാണിച്ച ജാഗ്രത, സർക്കാരിൻ്റെ ഇടപെടൽ, മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ ഈ മണ്ഡലത്തിൻ്റെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി എ കെ ശശീന്ദ്രൻ മുതലുള്ള നിരവധി പേർ ഈ കാര്യത്തിൽ ഇടപെട്ടു. അതുപോലെ തന്നെ MK രാഘവൻ MP, ഇങ്ങനെ നിരവധി രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലുള്ളവരെല്ലാം അർജുൻ്റെ കുടുംബത്തിനെ ചേർത്ത് പിടിച്ച് ഒപ്പമുണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ മൃതദേഹം കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ നഗരഭാഗത്തേക്ക് മൃതദേഹം എത്തിക്കഴിഞ്ഞു. അല്പം വൈകാതെ തന്നെ ബൈപ്പാസിലൂടെയാണ് വരുന്നത്. അഴിയൂർ വെച്ച് മൃതദേഹം ജില്ലാ ഭരണകൂടവും സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി എ കെ ശശീന്ദ്രൻ ഏറ്റുവാങ്ങും. അത് കഴിഞ്ഞ് നേരെ പൂടാടിക്കുന്നിലേക്ക്, നഗരത്തിനടുത്തേക്ക് പൂടാടിക്കുന്നിലേക്ക് എത്തും. അവിടെ നിന്നും വിലാപയാത്രയായാണ് കണ്ണാടിക്കൽ ജംഗ്ഷനിലേക്ക് എത്തുന്നത്. അത് കഴിഞ്ഞ് നേരെ കണ്ണാടിക്കൽ ഈ വീട്ടിലേക്ക് എത്തും. ഈ വേളയിൽ നമുക്ക് പറയാനുള്ളതാണ്, ഒരു നാടിൻ്റെ പ്രിയപ്പെട്ടവനാണ് വിട ചൊല്ലുന്നത്. യാത്രയൊരുക്കാൻ വേണ്ടി ഒരു നാടാകെ ഒരുങ്ങി നിൽക്കുന്നത് കണ്ണീരോടെ. ഉന്മേഷ്. ശരി, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഒപ്പം രാഹുൽ സുരേഷും കൂടെ ചേർന്നിട്ടുണ്ട്. വിലാപയാത്ര ഇപ്പോൾ കണ്ണൂർ ജില്ലയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ മന്ത്രി ഉൾപ്പെടെയുള്ള കുറേ പേർ അവിടെ കാത്തു നിൽക്കുകയാണ്. നാട് യാത്രയയപ്പിനൊരുങ്ങുകയാണ്. ഇത്രയും ദിവസങ്ങളുടെ ഒരു കാത്തിരിപ്പിന് ശേഷമുള്ള വളരെ വൈകാരികമായ ഒരു യാത്രയയപ്പ്, അത് ഉചിതമായ രീതിയിൽ തന്നെ. കാരണം നമുക്കറിയാം, നാടും വീടും മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മലയാളികൾ വളരെ വേദനയോടെ കാത്തിരുന്ന ഒരു നിമിഷമാണിത്. കാര്യം 72 ദിവസം ഇതിനോടകം തന്നെ കടന്നു പോയിരിക്കുന്നുവെങ്കിലും ആ വേദനയ്ക്ക് യാതൊരു കുറവും വന്നിട്ടില്ല. ഓരോ നിമിഷവും കടന്നു പോകുന്നത് അത്രയ്ക്ക് വേദനയോടുകൂടി തന്നെയാണെന്ന് നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യാത്രയയപ്പ് വലിയ വേദനയുടെ നിമിഷങ്ങളിലേക്കാണ് പോകുന്നത്. കണ്ണൂർ ജില്ലയിൽ കടന്ന വിലാപയാത്ര ഇപ്പോൾ കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട് പയ്യന്നൂരിൽ നിന്ന്. അരുൺ, ഈ വിലാപയാത്ര കണ്ണൂർ ജില്ലയിലെത്തുന്നു. പലയിടത്തും നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ്. കടന്നു പോരുമ്പോൾ തന്നെ പലയിടങ്ങളിലും വിലാപയാത്ര എത്തുമ്പോൾ അനുഗമിക്കുന്നവരുണ്ട്, ആദരാഞ്ജലി അർപ്പിക്കുന്നുണ്ട്, കണ്ണീർ പൂക്കൾ അർപ്പിക്കുന്നുണ്ട്. ഇന്ന് കണ്ണൂരിലേക്ക് എത്തുമ്പോഴും തീർച്ചയായും ഈ പകൽ ഉണരുന്നത് ആ രീതിയിലുള്ള കാഴ്ചകൾക്ക് തന്നെയാണ്. ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു വിലാപയാത്ര? ഇപ്പോൾ ഈ വിലാപയാത്ര വളപട്ടണം പാലം പിന്നിട്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ കണ്ണൂർ നഗരത്തിലേക്ക് വിലാപയാത്ര എത്തിച്ചേരും. അതിനുശേഷം 1 മണിക്കൂറിന് ശേഷമായിരിക്കും മന്ത്രി എ കെ ശശീന്ദ്രൻ അടക്കം അന്തിമോപചാരം അർപ്പിക്കാനും അതുപോലെ തന്നെ മൃതദേഹത്തെ അനുഗമിക്കാനുമായി കാത്തു നിൽക്കുന്ന അഴിയൂരിലേക്ക്, കണ്ണൂർ ജില്ലാ അതിർത്തിയിലേക്ക് എത്തിച്ചേരുക. എന്തായാലും പുലർച്ചെ 1:30 ഈ മൃതദേഹം ഈ ശിരൂരിൽ നിന്ന് തലപ്പാടിയിലേക്ക്, കേരള കർണാടക അതിർത്തിയിലേക്ക് എത്തിച്ചേർന്നത്. അവിടെ വലിയൊരു ജനാവലി ഈ അർജുനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, അർജുനെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി കാത്തു നിന്നിരുന്നു എന്നുള്ളതാണ്.
മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അർജുന് അന്തിമോപചാരം അർപ്പിച്ചു. അതിനുശേഷം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ ഉൾപ്പെടെ അവിടെ എത്തിച്ചേർന്നിരുന്നു. അവർ അന്തിമോപചാരം അർപ്പിച്ചു. 2 മണിയോടുകൂടി കാസർഗോഡ് നഗരത്തിലേക്ക് അർജുനുമായുള്ള ആംബുലൻസ് എത്തി. അർജുനുമായുള്ള ആംബുലൻസിൽ തന്നെ ഈശ്വർ മാൽപ്പയും ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഒപ്പം സതീഷ് കൃഷ്ണ സൈൽ കാർവാർ MLA എടുത്തു പറയേണ്ടതാണ്. മറ്റൊന്ന് മഞ്ചേശ്വരം MLA AK മഷ്റഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വാഹനത്തിനൊപ്പം തന്നെ സഞ്ചരിക്കുന്നു. അർജുനെ അനുഗമിക്കുന്നു. ഈശ്വർ മാൽപ്പെ അർജുൻ്റെ കുടുംബത്തിന് നൽകിയ വാക്ക്, അർജുനെ ഇവിടേക്ക് എത്തിക്കും എന്നുള്ള വാക്ക്, അവർക്കൊപ്പം തന്നെ ഈശ്വർ മാൽപ്പയും സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. കാസർഗോഡ് ടൗണിൽ പുതിയ ബസ് സ്റ്റാൻഡിലാണ് ജില്ലാ കളക്ടറും അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിയും അർജുന് അന്തിമോപചാരം അർപ്പിച്ചത്. അതിനുശേഷം ഈ ചെറിയ ഗതാഗത പ്രശ്നങ്ങളുണ്ടായിരുന്നു, ബ്ലോക്കുകളുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ആംബുലൻസിന് വേഗം കൂടിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ കണ്ണൂർ നഗരത്തിലേക്ക് ആംബുലൻസ് എത്തിച്ചേരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1 മണിക്കൂറിനകം തന്നെ അഴിയൂരിലേക്ക് മന്ത്രി AK ശശീന്ദ്രൻ കാത്തുനിൽക്കുന്ന അഴിയൂരിലേക്ക് ഈ വാഹനം എത്തിച്ചേരും. അതിനുശേഷം വിലാപയാത്രയായി കോഴിക്കോട്ടേക്ക് അർജുൻ്റെ വീട്ടിലേക്ക് പോകും. എന്തായാലും വലിയ വികാര വായ്പോടു കൂടിയാണ്, വലിയ വികാരഭരിതമായ കാഴ്ചയാണ് നമുക്ക് ഈ രാത്രിയും, അതായത് ഇന്നലെ അർദ്ധരാത്രി മുതൽ നമ്മൾ ഈ വാഹനത്തെ പിന്തുടരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓരോ ഇടങ്ങളിലും ലോറി ഡ്രൈവർമാർ ഉൾപ്പെടെ ലോറി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വാഹനത്തെ കൈകാണിച്ച് നിർത്തുകയും അർജുനെ ഒരു നോക്ക് കാണുകയും അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. കാഞ്ഞങ്ങാടും നീലേശ്വരത്തുമൊക്കെ ഇതുപോലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പോൾ നമുക്ക് മുന്നിൽ പോകുന്നത് കർണാടക പോലീസിൻ്റെ ജീപ്പാണ്. അതിന് മുന്നിലാണ് അർജുനുമായുള്ള ആംബുലൻസ് ഉള്ളത്. കേരള പോലീസിൻ്റെ എസ്കോർട്ട് വാഹനമുണ്ട്. തൊട്ടുപുറകിൽ കാർവാർ MLA സതീഷ് കൃഷ്ണസേൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. മഞ്ചേശ്വരം MLA AK മഷ്റഫ് ഉണ്ട്. അർജുൻ്റെ കുടുംബമുണ്ട്, അർജുൻ്റെ ബന്ധുക്കളുണ്ട്. എന്തായാലും നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന നിമിഷങ്ങളാണ്. പക്ഷേ ഒട്ടും സന്തോഷത്തോടെ എടുത്തു പറയാവുന്ന കാര്യങ്ങളല്ല. ഒരു സമാധാനം മാത്രമാണ്. അർജുൻ എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിന് ഒരു ഉത്തരം മാത്രമാണിത്. എന്തായാലും അർജുൻ്റെ വീട്ടിലേക്ക് എത്തിക്കുന്ന ആ കാഴ്ചകളാണ്, ആ അവസാന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അർജുൻ്റെ വിലാപയാത്രയാണ്. കണ്ണൂർ നഗരത്തിലേക്ക് വിലാപയാത്ര പ്രവേശിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. കർണാടക പോലീസ് ഉൾപ്പെടെയുള്ള കർണാടക പോലീസിൻ്റെ വാഹനവും അതുപോലെ തന്നെ കേരള പോലീസിൻ്റെ വാഹനവും അർജുനുമായി വരുന്ന ആംബുലൻസിന് വഴിയൊരുക്കുന്നു. ഇപ്പോൾ ആംബുലൻസിൻ്റെ വേഗം കൂടിയിട്ടുണ്ട്. ഈ സമയം നേരത്തെ നിശ്ചയിച്ച സമയത്ത് 8 മണിയോടുകൂടി കോഴിക്കോട് എത്തുക എന്നുള്ളത് ഇപ്പോൾ പ്രായോഗികമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമയം വൈകാനുള്ള ഒരു സാധ്യത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. പലയിടങ്ങളിലും വലിയ ഗതാഗത പ്രശ്നം അനുഭവിച്ചിരുന്നു. എന്തായാലും അല്പസമയത്തിനകം കണ്ണൂർ നഗരത്തിലേക്ക് ഈ വാഹനം എത്തിച്ചേരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സ്മിത. അരുൺ പാറക്കലാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ നഗരത്തിലേക്ക് എത്തുകയാണ് വിലാപയാത്ര. സജോ ദേവസ്യ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. സജോ, ഈ മൃതദേഹം കോഴിക്കോട് ജില്ലാ അതിർത്തിയിൽ വെച്ച് മന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിലാണല്ലോ ഏറ്റുവാങ്ങുന്നത്. നേരത്തെ തന്നെ മന്ത്രി അവിടെ എത്തിയിട്ടുണ്ട്. KK രമ MLA ഉണ്ട്, തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉണ്ട്, കോഴിക്കോട് ജില്ലാ കളക്ടറൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടല്ലോ. സജോ, ഉന്മേഷ്, ജില്ലാ അതിർത്തി, അതായത് കോഴിക്കോട് കണ്ണൂർ ജില്ലാ അതിർത്തിയിൽ വെച്ചാണ് മന്ത്രി AK ശശീന്ദ്രൻ നേതൃത്വത്തിൽ MLA ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അവരെല്ലാവരും ചേർന്നാണ് മൃതദേഹം ഏറ്റുവാങ്ങുക. അതിനുശേഷം നേരെ കോഴിക്കോട് കണ്ണാടിക്കലിലെ അർജുൻ്റെ വീട്ടിലേക്കാണ് പോവുക. ഏറെ നാളത്തെ കാത്തിരിപ്പുണ്ട്, സങ്കടകരമാണ്. പ്രതീക്ഷകളുടെ ഭാരമെല്ലാം ബാക്കി വെച്ചാണ് അർജുൻ മടങ്ങുന്നത്. അപ്പോഴും ആ കാത്തിരിപ്പിനൊക്കെ വിരാമമായി ഒടുവിൽ ഏതെങ്കിലും നിലയ്ക്ക് നമുക്ക് വളരെ സങ്കടകരമാണെങ്കിൽ പോലും അർജുനെ ഒടുവിൽ കണ്ടെത്താനും വീട്ടിലേക്ക് എത്തിക്കാനും ചടങ്ങുകളിലേക്ക് കടക്കാനും കഴിയുന്ന നമ്മളോടൊപ്പം മന്ത്രി തന്നെ ചേരുകയാണ്. വേദനാജനകമാണ്. പക്ഷേ അപ്പോഴും നമുക്ക് ഒരു കാത്തിരിപ്പിനൊരു ഉത്തരം കിട്ടി. ഇനിയിപ്പോൾ തുടർന്ന് അങ്ങോട്ടേക്ക് നേരെ വീട്ടിലേക്ക് പോകുന്ന എന്താണ് നമ്മുടെയൊന്നും ഓർമ്മയിൽ ഇത്തരത്തിലുള്ള ഒരു ദുരന്ത നിവാരണ പ്രവർത്തനവും നാശനഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതിനും ഇങ്ങനെയൊരു തെരച്ചിൽ നടന്നിട്ടില്ല. സമാനതകളില്ലാത്ത ഒരു തെരച്ചിൽ പ്രക്രിയയിലൂടെയാണ്
ഏറ്റവും ഒടുവിൽ അർജുൻ ഓടിച്ചിരുന്ന ട്രക്കും അർജുൻ്റെയും മൃതദേഹവും കണ്ടെത്താൻ കഴിഞ്ഞത്. അതിന് കർണാടക ഗവൺമെൻറ്, കേരള ഗവൺമെൻറ്, കർണാടകത്തിലെ കാർവാറിലെ MLA, മഞ്ചേശ്വരത്തെ MLA, ഇവിടെ ഞാനും റിയാസും ഉൾപ്പെടെയുള്ള 2 മന്ത്രിമാരും മറ്റ് MLAമാരും എല്ലാവരും നമ്മുടെ ഒരു കുടുംബാംഗം നഷ്ടപ്പെട്ടാൽ എന്താണ് നമുക്ക് തോന്നുക, ആ വികാരത്തോടു കൂടിയാണ് അർജുനൻ്റെ മൃതദേഹമെങ്കിലും കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചത്. ഒടുവിൽ ആ ആഗ്രഹം സബലീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ ആയാലും ആ കുടുംബത്തിന് വലിയ വേദനയുണ്ടാകും. നഷ്ടം തന്നെയാണല്ലോ. പക്ഷേ അവർ ഈ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ മാനസികമായി ഇതിന് തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ അർജുൻ്റെ കുടുംബവും മനസ്സിലാക്കേണ്ടത്, ഒരു നാട് ഒരുമിച്ച് നിങ്ങളുടെ കൂടെ നിന്ന അപൂർവങ്ങളായ സംഭവങ്ങളിലൊന്നാണിത്. അപ്പോൾ ആ നാടിനെ ഓർത്ത് നാടിപ്പോഴും നാളെയും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന ഉറപ്പ് മാത്രമാണ് അവരോട് പറയാനുണ്ട്. ഇപ്പോൾ ഏതാനും സമയത്തിനകം നമുക്ക് അഴിയൂർ എത്തിച്ചേരും. മൃതദേഹത്തോടൊപ്പം കാർവാർ MLAയും മഞ്ചേശ്വരം MLAയും അനുഗമിക്കുന്നുണ്ട്. ഇവിടെ നിന്നും വടകര MLAയും കോഴിക്കോട് MLAയും ഞാനും ഉൾപ്പെടെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളത് അനുഗമിക്കുന്നുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി പുഷ്പചക്രം ഞാൻ അവിടെ വെച്ചാണ് സമർപ്പിക്കുന്നത്. പോകുന്ന വഴി പൂളാടിക്കുന്നിൽ ലോറി ഡ്രൈവർമാരുടെ അവരവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അവർക്ക് ആദരവ് അർപ്പിക്കാനൊരു സമയം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ നേരെ കണ്ണാടിക്കൽ നിന്നും വിലാപയാത്രയായി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതാണ് ഇപ്പോൾ തീരുമാനിച്ചത്. ഇപ്പോഴത്തെ ഒരു ധാരണ അനുസരിച്ച് 11 മണി എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ സമയക്കാരൻ അത്രയധികം ആളുകൾ അവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതാണ് വിവരമുള്ളത്. അപ്പോൾ എല്ലാവർക്കും കാണാനുള്ള ഒരവസരം ഉണ്ടാക്കണമെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും അവിടെ നടന്നു. 8 മണിയോടുകൂടി വീട്ടിലേക്ക് എത്തണമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പം വലിയ ഡിലേ കാണുന്നില്ല. ഇപ്പം മനസ്സിലാക്കിയെടുത്തോളം കണ്ണൂർ പട്ടണം കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിവരം. ഏതായാലും ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത അപൂർവ നിമിഷങ്ങളിലൊന്നാണ്. മന്ത്രി തന്നെ സൂചിപ്പിച്ചതുപോലെ, അതായത് ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് അഴിയൂരിലാണ്. ഇവിടെ 2 MLAമാർ, കോഴിക്കോട് നോർത്ത് MLA, വടകര MLA, ഒപ്പം ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അവരെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. അത് ഇവിടെ നിന്ന് ഔദ്യോഗിക സ്വീകരണം എന്ന നിലയ്ക്ക് മന്ത്രി ഉൾപ്പെടെയുണ്ട്. പിന്നീടാണ് പോവുക. ഇപ്പോഴത്തെ ഒരു ക്രമീകരണം അനുസരിച്ച് നിലവിൽ കണ്ണൂർ നഗരം സജോ, ഇപ്പോൾ യാത്ര കണ്ണൂർ നഗരത്തിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഒരു കൂട്ടം ആളുകൾ അർജുന ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുണ്ട്. ലോറി ഡ്രൈവേഴ്സ് അടക്കമുള്ള സംഘം അക്കൂട്ടത്തിലുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ വിലാപയാത്ര കണ്ണൂരിൽ. അരുൺ, ഇപ്പോൾ വിലാപയാത്ര കണ്ണൂർ നഗരത്തിലാണോ? ഉന്മേഷ്, വിലാപയാത്ര ഇപ്പോൾ കണ്ണൂർ നഗരത്തിലെത്തിയിരിക്കുന്നു. ഇവിടെ നഗരത്തിലെത്തിയ സമയത്ത് ഇവിടെ കാത്തുനിന്ന അർജുനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി കാത്തുനിന്ന ലോറി ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇപ്പോൾ അവർ ഈ വാഹനം, അതായത് അർജുനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനം അവർ തടഞ്ഞു നിർത്തി. തുടർന്ന് ഇപ്പോൾ അർജുന അന്തിമോപചാരം അർപ്പിക്കുന്ന ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള ആളുകൾ വികാരവായ്പോടു കൂടി ഓരോ ഭാഗങ്ങളിലും ഓരോ ചെറു പട്ടണങ്ങളിലും അർജുനെ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും നേരം, അതായത് രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇത്രയും നേരം അർജുന് വേണ്ടി കാത്തിരിക്കുന്നു. കഴിഞ്ഞ 72 ദിവസങ്ങൾ എങ്ങനെയാണോ മലയാളികൾ ഒന്നടങ്കം അർജുൻ എവിടെയെന്ന് ആ ചോദ്യത്തിന് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്, അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിലും, അതായത് ഓരോ നഗരങ്ങൾ പിന്നിടുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു 5 മിനിറ്റ് മാത്രമാണ് ഇവിടെ ഈ കണ്ണൂർ നഗരത്തിൽ ഈ വാഹനം നിർത്തിയത്. അതിനുശേഷം ഈശ്വർ മാൽപ്പെ ഉൾപ്പെടെയുള്ളവരെ ആളുകൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ആംബുലൻസ് ഇവിടെ നിന്ന് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ആംബുലൻസ് പുറപ്പെടുന്നു. അല്പസമയത്തിനകം തന്നെ അഴിയൂരിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഓരോ ഭാഗങ്ങളിലും ഓരോ ചെറു നഗരങ്ങളിലുമൊക്കെ ഇങ്ങനെ ആളുകൾ വികാരവായ്പോടുകൂടി അർജുനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ഉന്മേഷ്. അരുൺ പാറയ്ക്കലാണ് നമുക്കൊപ്പം ചേർന്നത്. വിലാപയാത്ര കണ്ണൂരിലാണ് എത്തിയിരിക്കുന്നത്.